ഇടത് സഹയാത്രികർ ഇടത് ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണോ? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ മാറ്റിയതിലെ നീതികേട് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ നിലപാടെടുത്ത നടൻ പ്രേംകുമാർ നാളെ KPCC സംസ്കാര സാഹിതിയുടെ വേദിയിൽ മുഖ്യാതിഥിയായി എത്തും. കോൺഗ്രസിൽ ചേരുമെന്നും കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാകുമെന്നും തുടങ്ങിയ അഭ്യൂഹങ്ങളും ഇതിനിടെയുണ്ട്. VSന്റെ മുൻ PA A. സുരേഷ് നാളെ VD സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുക്കുമെന്നും കേൾക്കുന്നു. ഇടത് സഹയാത്രികനായ നടൻ ജയൻ ചേർത്തലയും കോൺഗ്രസിനോട് അടുക്കുകയാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ. ഇടത് സഹയാത്രികർക്ക് മടുത്തോ? ഈ അകൽച്ചയ്ക്ക് കാരണങ്ങൾ എന്തെല്ലാം? ആദ്യം RD Extra. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് മാന്യതയോടെയല്ല എന്നായിരുന്നു പ്രേംകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ തുറന്നു പറച്ചിൽ. ആശാസമരം പരിഹരിക്കുന്നതിൽ ഇടപെടണമെന്ന് പറഞ്ഞതോടെയാണ് തന്നെ മാറ്റിയത്. എന്നാൽ CPIM-നെതിരെയും സർക്കാരിനെതിരെയും സംസാരിച്ച സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ്. ഇത് ഇരട്ട നീതിയാണെന്നായിരുന്നു പ്രേംകുമാറിന്റെ നീരസം. അതൃപ്തി പരസ്യമാക്കിയതോടെ പ്രേംകുമാറിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസും നീക്കം നടത്തി. KC വേണുഗോപാൽ പ്രേംകുമാറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്നാണ് വിവരം. KC വേണുഗോപാലുമായി സംസാരിച്ചെന്ന് പ്രേംകുമാറും സ്ഥിരീകരിച്ചു. സൗഹൃദ സംഭാഷണമെന്നാണ് വിശദീകരണമെങ്കിലും കോൺഗ്രസിലേക്ക് പോകും എന്ന സൂചനയും പ്രേംകുമാറിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. KSU പ്രവർത്തനകാലവും കോൺഗ്രസ് പാരമ്പര്യവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനിടെ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്രയിലേക്ക് സുരേഷിന് ക്ഷണമുണ്ട്. യാത്ര നാളെ മലമ്പുഴയിലെത്തുമ്പോൾ സുരേഷ് ഭാഗമാകുമെന്നാണ് സൂചന. RD Extra ന്യൂസ് മലയാളം. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രേംകുമാറിൻ്റെ കാര്യമൊക്കെ എടുത്താൽ പിണങ്ങാൻ അങ്ങ് തീരുമാനിച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള മട്ടിലാണ് ആ കാര്യത്തിൽ ഗൗതമാഷ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ വല്ലാത്ത ഒരു ഒഴുക്ക് സീസണാണോ? അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പ്രേംകുമാർ കൊള്ളാവുന്ന ഒരാളായിരുന്നു കേട്ടോ. അതായത് ഈ രഞ്ജിത്ത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ഈ IFFK ഉണ്ടല്ലോ, അതിന് നല്ല നടത്തിപ്പിൻ്റെ ഒരു വലിയ ഉത്തരവാദി മൂപ്പരായിരുന്നു. മൂപ്പർ നന്നായിട്ട് ചെയ്തിരുന്നു കാര്യങ്ങളെന്ന് തോന്നുന്നു. നല്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതായത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം മൂപ്പർ ലേഖനമായിട്ട് എഴുതിയിരുന്നു. നമ്മൾ സിനിമ നടനായിട്ട് കണ്ട ആളാണല്ലോ, പക്ഷേ അത് നല്ല നിലക്ക് അതുമാത്രമല്ല അദ്ദേഹത്തിന് മേഖല എന്ന് തിരിച്ചറിഞ്ഞാണ്. പിന്നെ ഇവർക്കൊരു ചെറിയ നഷ്ടമായിരിക്കും ലെഫ്റ്റിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ്സിന്. പക്ഷേ നമുക്കൊരു കാര്യമുള്ളത് അതായത് CPM എന്നൊക്കെ പോയാലും പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം ഉണ്ടാകും എന്നതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ചേരുന്നത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന മേഖല ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഈ CPM നിലനിർത്താൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തീർച്ചയായും ഇത് പക്ഷേ ഇപ്പോൾ ആ ഒരു ആൾ മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങനെ പേരുകൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഐഷ പോറ്റി മുതൽ അങ്ങനെ നോക്കണമല്ലോ. അപ്പോൾ അത് CPM MLA ആയിരുന്ന ആളാണ്. ഐഷ പോറ്റി ആദ്യം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പം ജയൻ ചേർത്തല സജീവമായിട്ട് പ്രകടന രംഗത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ജയൻ ചേർത്തല. അദ്ദേഹം മാറുന്നു എന്നുള്ള വാർത്ത വരുന്നതേ ഉള്ളൂ, അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ A. സുരേഷ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. പ്രേംകുമാർ മാറുന്നു. പ്രേംകുമാറിനെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയേക്കും മണ്ഡലത്തിൽ എന്നൊക്കെയുള്ള ചർച്ചകളും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഈ സാമുദായിക സമവാക്യങ്ങളും മറ്റു പല കാരണങ്ങളും കൊണ്ട് അത്ര എളുപ്പത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സാധ്യമാകുന്ന ഒന്നല്ലത്. മാത്രമല്ല നാടാർ സമുദായത്തിൽ നിന്നൊരാൾ വരണം എന്നുള്ള മട്ടിലൊക്കെ ചില മണ്ഡലങ്ങളിൽ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായി അടിയുറച്ച പ്രവർത്തകർ കാലങ്ങളായി പണിയെടുക്കുന്ന ആളുകൾ വേറെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആ നിലയിലേക്ക് കൊണ്ടുവരും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവരെയൊക്കെ പരിഗണിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ പ്രേംകുമാറിൻ്റെ കാര്യം എടുത്താലും A. സുരേഷിൻ്റെ കാര്യം എടുത്താലും വരുന്ന വാർത്തകൾ വെച്ച് A. സുരേഷിൻ്റെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ BJP വളരെ നിർണായക ഘടകമാണ്. അവിടെ അതായത് അവിടെ ദുർബല സ്ഥാനാർത്ഥികൾ എന്ന മട്ടിൽ ആണോ ഇവരിതിനെ അവതരിപ്പിക്കുക, ആ മട്ടിലായിരിക്കുമോ സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. വേറൊന്നുമല്ല, ഇപ്പോൾ A. സുരേഷിനെ പോലെ ഒരാളെ അവിടെ അവതരിപ്പിക്കുമ്പോൾ A. സുരേഷ് ആരാണെന്ന് ആ മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ ഫെമിലിയറാണ്. പക്ഷേ അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടതാണോ എന്നുള്ളത് കൂടി ജനം ആലോചിക്കും. അവിടെ BJP രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന മണ്ഡലമാണിത്. മണ്ഡലം ഇവിടെ ഇപ്പോൾ ഇത് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന മണ്ഡലത്തിലേക്ക് പ്രേംകുമാറിനെയും ആലോചിക്കുന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ വരുന്നത്. അതെന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല. BJP സ്ഥലങ്ങളിൽ ഇതുപോലെ ദുർബലരായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ആ മട്ടിൽ ദുർബലരാണ്. അവർക്ക് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എന്താണെന്ന് അറിയില്ല. ആ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല കോൺഗ്രസിലെ എല്ലായ്പ്പോഴും നേതാവ് സ്വന്തം നിലയ്ക്കാണ് കാര്യങ്ങളെ മുമ്പോട്ട് നയിക്കുക. സംഘടന അതിൻ്റെ പിന്നാലെയൊക്കെ വരും. പക്ഷേ നേതാവിൻ്റെ കഴിവുകൊണ്ടും നേതാവ് ഫണ്ട് സ്വരൂപിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അവർക്ക് പറ്റുക. അതിന് പറ്റുന്നവരാണോ ഇവർ എന്നുള്ള കാര്യം സംശയമാണ്. CPM-ന്റെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ CPM-ലേക്ക് വരുന്ന ആളുകളെ
ആരാണ് ഇപ്പോൾ സരിൻ പാലക്കാട് മത്സരിച്ചെങ്കിൽ സരിന് എന്തെങ്കിലും അറിയേണ്ട വന്നോ? സരിൻ തന്നെ പറയുന്നുണ്ട് അതിന് മുമ്പ് ഒറ്റപ്പാലത്ത് മത്സരിച്ചതിനേക്കാൾ ഒരു സംഘടന എങ്ങനെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞത് CPM-ലേക്ക് വന്നതിന് ശേഷമാണ്. അതുപോലെ ഈ കാര്യത്തിൽ ഇപ്പോൾ സുരേഷ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ BJP-യോടും CPM-നോടും മല്ലടിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. സഖാവ് കൃഷ്ണപിള്ളയായി വേഷമിട്ടായിരുന്നു പ്രേംകുമാർ എന്ന നടൻ്റെ സിനിമാ പ്രവേശം. ആ സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിൽ കൂടിയും കടുത്ത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നെത്തിയ പ്രേംകുമാർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലം മുതൽ ഇങ്ങോട്ട് ഇന്നോളം സ്വീകരിച്ചു പോന്നിരുന്നതും പ്രകടിപ്പിച്ചിരുന്നതുമെല്ലാം ഇടത് അനുകൂല കലാ സാംസ്കാരിക രാഷ്ട്രീയമാണ്. ഒരു പദവി നഷ്ടത്തിൻ്റെ പേരിൽ ആ നിലപാടുകളൊക്കെയും മാറി മറിയുമെന്നത് അത്ഭുതകരമാണ്. ഏറെക്കാലമായി CPIM-നോട് അകന്നു നിൽക്കുന്ന സുരേഷ് കോൺഗ്രസിന് കൈകൊടുക്കാൻ ഒരുങ്ങുന്നതിലും അത്രയ്ക്കൊന്നും അത്ഭുതമില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ തൽക്കാലം ഇപ്പോൾ അഭ്യൂഹങ്ങളായതുകൊണ്ട് ആ വാർത്തകളൊക്കെ വികസിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.